ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാള്. അനീഷേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചില്ലേ? എന്റെ അടുത്ത് ചോദിച്ചു. ആ അപ്പൊ അനുമോൾ എന്തോ പറഞ്ഞില്ലേ ഉത്തരം? പറഞ്ഞു. അതെന്താ പറഞ്ഞെന്ന് ചോദിച്ചേ? ചേട്ടൻ കേട്ടില്ലേ? ഇല്ല. അത് പോയിട്ട് നോക്ക്. പറ. ഇല്ല. ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ. രണ്ടാമതോട്ടും പറയാം. കേക്കാത്ത ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം കുറേ നാളായിട്ട് അനുമോളെടുത്ത് ഈ ഒരു അനീസിൻ്റെ കാര്യം പറഞ്ഞ് എപ്പോൾ നോക്കിയാൽ ആൾക്കാർ നീ അവനെ തേച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കുറേയധികം മാധ്യമ പ്രവർത്തകർ, അതായത് മാധ്യമം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയസാണ്, അവരൊക്കെ ഇങ്ങനെ കുറേയധികം ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ദുബായിൽ പോയ സമയത്ത് അനുമോളെടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് അനുമോളെ തേച്ചു അല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോഴും അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും തേച്ചിട്ടോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കേട്ടിട്ടാണ് ഇപ്പോഴും ഈ ഒരു ഓൺലൈൻ മീഡിയ വ്യക്തി ഉണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് അന്ന് എന്താണ് അനീഷിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്നും കൂടെ അതിനെക്കുറിച്ച് പിന്നെ ന്യൂസ് വരുത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തേന് അനുമോൾ പറയുന്നുണ്ട് അത് കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കേട്ടില്ലെന്ന് ഈ ഒരു ആങ്കർ പറയുന്ന സമയത്ത് പറയുന്ന അത് കേട്ടാൽ മതി, ഒരു കാര്യം ഒരു വട്ടേ പറയത്തുള്ളൂ എന്നുള്ളൊരു കാര്യം. ഇതുപോലെ കുറേയധികം ചോദ്യങ്ങൾ അനുമോളടുത്ത് അവിടെ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി കറക്റ്റായിട്ട് അനുമോൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഏതായാലും കുറേയധികം ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ അനുമോളുടെ പിറവേ നടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ശ്രമിക്കുവാണ്. എന്തായാലും കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് അനുമോൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.